നമസ്കാരം. ലോകം മുഴുവൻ സൈബർ ലോകത്ത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഈ ദൃശ്യത്തിൽ കാണുന്ന രണ്ടുപേരെയും നിങ്ങൾക്ക് അറിയാമായിരിക്കും. പ്രത്യേകിച്ച് ഒരു വിശേഷണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഒന്ന് നമ്മുടെ സ്വന്തം ചെക്കനാണ്, ഡി ഗുഗേഷ് എന്നാണ്, ലോക ചാമ്പ്യനാണ്, ചെസ്സിലെ ലോക ചാമ്പ്യനാണ്. മറ്റൊരാൾ നോർവേയുടെ മാഗ്നസ് കാൾസൺ എന്ന വ്യക്തിയാണ്. എത്രയോ വർഷങ്ങളോളം ഒരു എതിരാളി പോലുമില്ലാതെ ലോക ചെസ്സിൻ്റെ അങ്ങ് തുഞ്ചത്ത് വിരാജിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഈ വ്യക്തി തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തന്നെ വിശ്വാസാനന്ദനെ തോൽപ്പിച്ചിട്ടാണ് ലോക ചെസ്സിൻ്റെ നെറുകയിലെത്തിയത്. പിന്നീട് കുറേ കാലം അദ്ദേഹത്തിന് എതിരാളികൾ പോലും ഇല്ല എന്ന തരത്തിലാണ്. അപ്പോഴാണ് നമ്മുടെ ഈ പ്രജ്ഞാനന്ദയും അതേപോലെ തന്നെ ഡി ഗുഗേഷും ഒക്കെ അദ്ദേഹത്തിന് വെല്ലുവിളിയായിട്ട് വരുന്നത്. ഇപ്പോൾ ഇത് നോർവേയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസിക്കൽ ചെസ് മത്സരമുണ്ട്. അതിൽ ഒരു റൗണ്ടിൻ്റെ ഒരു മത്സരത്തിൻ്റെ അവസാന ഭാഗമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പിന്നിൽ നിന്ന് ഡി ഗുഗേഷ് മുന്നിലേക്ക് പിടിച്ചു കയറുകയും അങ്ങനെ കാൾസൻ്റെ ഒരു പിഴവ് മുതലെടുത്തുകൊണ്ട് കാൾസനെ അടിയറ പറയിക്കുന്ന ഒരു ദൃശ്യമാണ്. അവിടെ ഒരു നിമിഷത്തേക്ക് താൻ ആരാണെന്നോ തനിക്ക് എങ്ങനെ ഇത് തരണം ചെയ്യണമെന്നോ അറിയാതെ രോഷം കൊണ്ട് ടേബിളിൽ ആഞ്ഞടിക്കുന്ന കാൾസനെ നമുക്കവിടെ കാണാം. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം സമചിത്തത എടുക്കുന്നുണ്ട്. പിന്നീട് നടന്നു വന്നിട്ട് നമ്മുടെ ഡി ഗുഗേഷിൻ്റെ തോളിൽ തട്ടുകയും പരാജയം സമ്മതിക്കുകയും വിജയിയെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൃശ്യമുണ്ട്. തുടർന്ന് കാണികൾ പിന്നീട് കരഘോഷം മുഴക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അവിടെ ഈ വീഡിയോ വൈറലാവാനുള്ള പ്രധാനപ്പെട്ട കാര്യം കാൾസനെ പോലെ ഒരാളെ തോൽപ്പിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഹ്ലാദം കൊണ്ട് അലറി വിളിക്കേണ്ട ഒരു മാനസികാവസ്ഥയൊക്കെ വന്നേക്കും. സാധാരണ ആർക്ക് ഒരുപക്ഷെ അങ്ങനെയായിരിക്കും ചെയ്തേക്കുക. പക്ഷേ ഇതൊരു ചെറിയ ചെറുപ്പക്കാരനാണ്, എന്താ പറയുക, വളരെ ചെറിയ പ്രായമുള്ളൊരു വ്യക്തിയാണ്, നമ്മുടെ ഇന്ത്യക്കാരനാണ്. പക്ഷേ ആ ഒരു നിമിഷത്തിനെ എത്രമാത്രം സമചിത്തതയോടെയാണ് അയാൾ തരണം ചെയ്തതെന്ന് നോക്കുക. പരാജയം കാൾസന് പോലും അത് ഒരു നിമിഷം വിശ്വസിക്കാൻ പറ്റിയില്ല. അയാളുടെ എല്ലാ നിയന്ത്രണവും വിട്ട് അയാൾ ആ ടേബിളിൽ ഇടിച്ചു എണീക്കുന്നു, മൈ ഗോഡ് എന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് കറങ്ങി വന്നിട്ട് പരാജയം അംഗീകരിച്ചു പോകുന്നു. പക്ഷേ കാൾസനെതിരെയുള്ള ജയം, അദ്ദേഹം അമിത ആഹ്ലാദം, അദ്ദേഹം ശരിക്കും എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ആ രീതിയിൽ അതിനെ അടക്കിക്കൊണ്ട് അദ്ദേഹം നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക്. ഇതുകൊണ്ടാണിത് ഇത്രയേറെ വൈറലായത്. കാര്യം സാധാരണപ്പെട്ട ഒരാൾക്ക് ഈ നിമിഷത്തെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുക പറ്റില്ല. കാര്യം ലോക ചെസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉയർന്ന തലത്തിൽ കളിക്കുകയാണ് രണ്ടുപേർ. അവിടെ ഏറ്റവും മികച്ചത് എന്ന് ലോകം തന്നെ വാഴ്ത്തിപ്പാടുന്ന ഒരു ആ വ്യക്തിയെ തോൽപ്പിച്ച് നിൽക്കുന്ന ആ നിമിഷം ഏത് തരത്തിൽ എവറസ്റ്റിൻ്റെ ഉയരത്തിൽ നിന്നിട്ട് അലറി വിളിക്കുന്ന പോലെ ഒരു മാനസികാവസ്ഥയായിരിക്കും. പക്ഷേ അതിനെപ്പോലും വളരെ സമചിത്തതയോടെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. അദ്ദേഹം ഇന്ത്യക്കാരനാണ്, നമ്മുടെ പയ്യനാണ്. അത് നമുക്കും അഭിമാനം. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ ഈ ദൃശ്യങ്ങളുടെ ഈ ചാരുതയൊക്കെ കൊണ്ടാണ് ഇത് ഇത്രയേറെ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. നിലവിൽ തന്നെ നമ്മുടെയൊക്കെ ഹൃദയം കവർന്നൊരു വ്യക്തിയാണ് ഡി ഗുഗേഷ് എന്ന വ്യക്തി. കാരണം ഇതിനകം തന്നെ അദ്ദേഹം ലോക ചാമ്പ്യനാണ്, ഈ കാൾസനെ നേരത്തെ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മത്സരം എന്ന് വെച്ചാൽ ക്ലാസിക്കൽ ചെസ്സാണ്. അതിൽ കാൾസന് കുറേ കാലമായിട്ട് മേൽക്കൈയുണ്ട്. കാൾസനെ തോൽപ്പിക്കുക ഏറെക്കുറെ അസാധ്യമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഓപ്പണിംഗ് മാച്ചിൽ ഇതേപോലെ ഓപ്പണിംഗ് റൗണ്ടിൽ കാൾസൺ ഡി ഗുഗേഷിനെ തോൽപ്പിച്ചിരുന്നു. പിന്നീടാണ് ഈ ഡി ഗുഗേഷ് കാൾസനെതിരെ തിരിച്ചു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ചെസ്സാകുമ്പം ജയവും പരാജയമൊക്കെ ഉണ്ട്. അതെല്ലാ മത്സരത്തിലും അങ്ങനെ തന്നെയാണ്, എല്ലാ കളിയിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ നിമിഷത്തിനെ ഒരാൾ പരാജയപ്പെട്ടത്, ഒരാൾ വിജയിച്ചത്, ഈ നിമിഷത്തെ രണ്ടുപേരും എങ്ങനെ തരണം ചെയ്തു എന്നാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇത് ഇത്ര വൈറലാവാനുള്ള കാരണം അതാണ്. നോർവ എന്ന രാജ്യക്കാരനാണ് കാൾസൺ. നോർവയെ പറ്റി പറയുമ്പോൾ ഈ ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ ഒന്നാം റാങ്കിലൊക്കെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ആളുകൾക്കൊന്നും ദേഷ്യമില്ല, സങ്കടമില്ല, എല്ലാവരും ഹാപ്പിയായിട്ട് ജീവിക്കുന്ന രാജ്യമെന്നാണ് വെപ്പ്. ആ രാജ്യത്തു നിന്നുള്ള വ്യക്തിയാണ് ഈ കാൾസൺ. പക്ഷേ ആ കാൾസൺ പോലും ഒരു നിമിഷം അദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ രാജ്യക്കാരനായിട്ടുള്ള ഡി ഗുഗേഷ് ആ വിജയ നിമിഷത്തെ തരണം ചെയ്ത ആ ഒരു ദൃശ്യം അത് വൈറലാവുന്നത് എങ്ങനെ വൈറലാവാതിരിക്കും? കാരണം അത്രയും സുന്ദരമായിട്ടാണ് അയാളത് കൈകാര്യം ചെയ്തത്.